ഞാൻ ഉറപ്പായിട്ടും ഒത്തുതീർപ്പ് ഉണ്ടാകണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് പ്രതിപക്ഷമാണ്. സാധാരണ പ്രതിപക്ഷം ഇതുപോലത്തെ കുഴപ്പമൊക്കെ ഉണ്ടാകുമ്പോൾ ആളിക്കത്തിക്കുന്നതാണ് ചെയ്യുന്നത്. ഞങ്ങളാണ് ആദ്യം പറഞ്ഞത് ഈ അനാവശ്യമായ ഈ തർക്കം അത് തടവിലാക്കുന്നത് യൂണിവേഴ്സിറ്റികളെയും ഇവിടുത്തെ വിദ്യാർത്ഥികളെയുമാണ്. ഇരകളായി മാറുന്നത് വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് നിസ്സാരമായ കാര്യമാണ്. ഒരു സെനറ്റ് ഹാൾ വാടകയ്ക്ക് കൊടുത്തൊരു പ്രശ്നത്തിന്റെ പേരിൽ കേരളത്തിൽ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ എന്തെല്ലാം സമര ആഭാസങ്ങളായിരുന്നു. യൂണിവേഴ്സിറ്റികളെ ആക്രമിച്ച് അവിടുത്തെ ആളുകളെ തടവിലാക്കി, ജീവനക്കാരെ തടവിലാക്കി, SFIക്കാരെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ച്, അവരെ കൊണ്ട് ചുടിചോറ് മാന്തിച്ച്, ഉള്ള തോന്നിയാസം മുഴുവൻ കാണിച്ച് ഇവർ തമ്മിൽ ഇപ്പൊ സെറ്റിൽ ചെയ്യുക. ഇത് ആദ്യമേ ചെയ്താൽ മതിയെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. എന്തിനാണ്? എത്രയോ കുട്ടികളെ മർദ്ദിച്ചു, എത്രയോ ജീവനക്കാരെ മർദ്ദിച്ചു, എത്രയോ ദിവസങ്ങൾ യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം അവതാളത്തിലാക്കി. ഇപ്പോഴും തമ്മിൽ എല്ലായിടത്തും സംഘർഷമാണ്. അപ്പൊ ഈ കൂടിക്കാഴ്ച നേരത്തെ നടന്നാൽ പോരായിരുന്നോ? ഇതൊരു നാടകമാണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ ആരോഗ്യ മേഖലയ്ക്കെതിരെ ഞങ്ങൾ അന്നും പറഞ്ഞല്ലോ, ആരോഗ്യ മേഖലയിൽ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം അതിശക്തമായ സമരം ഉയർത്തിയപ്പോൾ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ SFIക്കാരെ കൊണ്ട് ചുടിചോറ് മാന്തിച്ച് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. അല്ലാതെ തീർന്നില്ല. ഇപ്പോ അവരുടെ പ്രശ്നം തീർന്നല്ലോ. അവരുടെ പ്രശ്നം എന്തായിരുന്നു? ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. എന്തായിരുന്നു വിഷയം? അതുകൊണ്ടാണ് ഞങ്ങൾ അതിൻ്റെ അകത്ത് കക്ഷി ചേരാതിരുന്നത്. എന്നിട്ട് ഞങ്ങളെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ചു. ഞങ്ങൾക്ക് BJPയുടെ സ്വരമാണെന്ന്. ഇവർ രണ്ടും ഒന്ന് തന്നെയാണ്. ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്, അറേഞ്ച്മെന്റ് ആണ്. ഇപ്പൊ എന്താ പറയുന്നത്? ഇയാൾ RSSകാരാണ്, കേരള യൂണിവേഴ്സിറ്റി VC. ഈ കേരള യൂണിവേഴ്സിറ്റി VC ആയിട്ടല്ലല്ലോ ആദ്യം വന്നത്. ഹെൽത്ത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിട്ടാണ്. അതാരാ അപ്പോയിന്റ് ചെയ്തത്? പിണറായി സർക്കാർ അപ്പോയിന്റ് ചെയ്ത്. RSSകാരനാണ് ഡോക്ടർ മോഹൻ കുന്നുമെങ്കിൽ എങ്കിൽ പിണറായി സർക്കാർ എന്തിനാണ് അദ്ദേഹത്തെ ഹെൽത്ത് യൂണിവേഴ്സിറ്റി VC ആക്കിയത്? ഡൽഹിയിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞോ പിണറായി വിജയനോട്, ഞങ്ങളുടെ ഒരാളെ ഹെൽത്ത് യൂണിവേഴ്സിറ്റി VC ആക്കണമെന്ന്? ഹെൽത്ത് യൂണിവേഴ്സിറ്റി VC ആക്കിയത് പിണറായി സർക്കാരാണ്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ പറയാം അയാൾ RSSകാരനാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു അറേഞ്ച്മെന്റ് പണ്ടേ ഉണ്ട്. എന്നിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് ഞാൻ പഴയ ഗവർണർ ഉള്ളപ്പോൾ പറയായിരുന്നു, ഗവൺമെന്റ് എന്നാണ് പ്രതിസന്ധിയിലുള്ളത് അപ്പോൾ ഒരു പഴയ ഗവർണർ ഒരു വെടി പൊട്ടിക്കും. അപ്പൊ എല്ലാവരും കൂടി, നിങ്ങൾ പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഫൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വാർത്ത കൊടുക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങളെല്ലാവരും അതിലേക്ക് പോകും. ബാക്കി വിഷയങ്ങൾ സൈഡ് ലൈൻ്റെ ആവും. പണ്ട് മുതലുള്ള അഭ്യാസമാണ്. അതിന്റെ ഈ പുതിയ ഗവർണർ വന്നപ്പോഴും അതിന് യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഞങ്ങൾ പറയുന്നു, വിഷയങ്ങൾ തീർത്തില്ലെങ്കിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ തകർന്നു പോകും. ഇപ്പൊ തന്നെ കുട്ടികൾ പഠിക്കാൻ ഇല്ല, പല കോഴ്സുകളും അവസാനിപ്പിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസം തകരുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പൊതുവിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് സർക്കാർ കോളേജുകളും എയ്ഡഡ് കോളേജുകളും ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ അന്ന് പരിഹസിച്ചില്ലേ? 10 മിനിറ്റ് കൊണ്ട് ഇരുന്നാൽ പരിഹരിക്കാവുന്ന വിഷയമല്ലേ? എന്തിനാണ് ഇവര് ആ സെനറ്റ് ഹാൾ വാടകയ്ക്ക് കൊടുത്ത് മതസംഘടനയ്ക്ക്? ഇനി സെനറ്റ് ഹാൾ വാടകയ്ക്ക് കൊടുത്തിട്ട് അവരെന്ത് ബാക്ക്ഡ്രോപ്പ് വെക്കണമെന്ന് വാടകയ്ക്ക് കൊടുത്തവർ തീരുമാനിക്കാൻ പറ്റുമോ? നിങ്ങൾ ജേർണലിസ്റ്റ് യൂണിയൻ ഒരു കൊച്ചി ടൗൺ ഹാൾ വാടകയ്ക്ക് എടുത്തിട്ട് നിങ്ങളുടെ ബാക്ക്ഡ്രോപ്പ് എന്താണ് വെക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റുമോ? വെറുതെ ആവശ്യമില്ലാത്ത ഒരു നോൺ ഇഷ്യൂസ് ഉയർത്തിക്കാട്ടി ഒരു ആളെ കത്തിക്കൽ ഇങ്ങനെ നടത്തി. അപ്പൊ മറ്റു വിഷയങ്ങളിൽ നിന്ന് മാറാനും അതിൽ നിന്നൊന്നും പോവില്ല. കേരളത്തിലെ ഇതൊക്കെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും പാലക്കാടും ഒക്കെ നോക്കിയതാണല്ലോ. വേറെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് സർക്കാരിനെതിരായിട്ടുള്ള സമരങ്ങളുടെയും ജനവികാരത്തിന്റെയും ശ്രദ്ധ തെറ്റിക്കാൻ നോക്കിയതാണല്ലോ. ഞങ്ങളന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ അവരോട് പറയുന്നുണ്ട്, ഞങ്ങൾ പറയുന്നതായിരിക്കും അവർ കേൾക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ പറയുന്നതാണ് അവർ കേൾക്കുന്നത്. ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്, ഉന്നത വിദ്യാഭ്യാസ രംഗം കുളവാണ്.